വല്ലപ്പോഴും മാത്രം കേക്ക് ഉണ്ടാക്കുന്ന ഞാൻ ഈ ഒരു കേക്കിന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് തീംസ് ഒന്നും ഞാൻ പരീക്ഷിക്കാറില്ല. തവണ മോളുടെ ബർത്ത്ഡേക്ക് എനിക്ക് തന്ന ഓർഡർ ബട്ടർഫ്ലൈ തീം കേക്ക് വേണമെന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ ആദ്യം ഒരു മടി ഉണ്ടായിരുന്നു, കാരണം ഞാൻ 2 വർഷം മുന്നേ ഇതുപോലെ ബട്ടർഫ്ലൈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒരു ആവേശത്തിന് പുറത്ത് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഫിനിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടി, കാരണം ഞാൻ അത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ബട്ടർഫ്ലൈ ഷേപ്പ് എടുത്തു. എന്നിട്ടാണ് ഞാൻ ഫൈനൽ കോട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, അതിനൊന്ന് വൃത്തിക്കായി കിട്ടാൻ കൂടുതൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ എനിക്ക് അതിനൊന്ന് വൃത്തിക്കാക്കിയെടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ആ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തവണ ഫൈനൽ കോട്ടിങ് ചെയ്തിട്ടാണ് ഈ ബട്ടർഫ്ലൈ ഷേപ്പാക്കി മാറ്റിയത്. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് മാത്രം ഒന്ന് ക്രീമാക്കി കൊടുത്താൽ മതി. ഞാൻ ആ ഒരു ബട്ടർഫ്ലൈ തീമാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അതിനൊന്ന് ഡെക്കറേഷൻ ചെയ്യണമല്ലോ. അതിന് ഡെക്കറേഷൻ ചെയ്യാനുള്ള കൂടുതൽ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും ഇന്ത്യയിലുണ്ടായിരുന്നു. ഉള്ളത് വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. ഇതുപോലെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡെക്കറേഷൻ കൊടുത്തതാണ്. എങ്ങനെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്തായാലും ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.